കൂടരഞ്ഞി ഇരട്ടക്കൊലപാതകവുമായി ബന്ധപ്പെട്ടല്ലേ 10-39 വർഷത്തിന് ശേഷം മുൻപ് നടന്ന ഒരു കൊലപാതകം, അത് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഒരാൾ സ്റ്റേഷനിലെത്തി പറയുകയാണ് ഞാൻ ഇത്രയും വർഷം മുൻപ് 2 പേരെ കൊന്നിട്ടുണ്ട് എന്നൊരു കാര്യം പറയുന്നു. പക്ഷേ പോലീസിനെ സംബന്ധിച്ച് പോലീസ് കേസൊക്കെ എടുത്തു, ഫയലുകളൊക്കെ എടുത്തു, എങ്കിലും ഇത് ആരാണെന്നോ എന്താണെന്നോ ഒന്നും പോലീസിനെ സംബന്ധിച്ച് ഒരു വ്യക്തതയുമില്ല. അപ്പോൾ അങ്ങനെ നടക്കുന്ന ഈ കേസിൽ, ഈ കൂടരഞ്ഞി ഇരട്ടക്കൊലപാതക കേസിൽ ഒരു നിർണായകമായ ഒരു റിപ്പോർട്ട് പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അതായത് ഈ കേസിലെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചു എന്നാണ് അന്വേഷണ സംഘം പറഞ്ഞത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അന്നത്തേത് മുങ്ങി മരണം എന്നാണ്. അഴുകിയ നിലയിലായിരുന്ന മൃതദേഹത്തിൽ മർദ്ദനത്തിന്റെ പാടുകളൊന്നും കണ്ടെത്താൻ പറ്റിയിട്ടില്ല. നടന്നത് കൊലപാതകം എന്ന് സ്ഥിരീകരിക്കാൻ ആവില്ല എന്നും അന്വേഷണ സംഘം പറയുന്നുണ്ട്. ബെൻസൻ ബാബുവാണ് വിവരങ്ങളുമായി ചേരുന്നത്. ബെൻസൻ, ഗുഡ് മോർണിംഗ്. ഇതിപ്പോൾ പോലീസിനെ സംബന്ധിച്ച് ഈ കേസ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന രീതിയിൽ വലിയൊരു ആശങ്കയുണ്ടായിരുന്നു. കാരണം മതിയായ തെളിവുകളില്ല. ഈ പ്രതി കൈവശമുണ്ട്, പക്ഷേ പ്രതി പറയുന്ന കാര്യങ്ങൾ തെളിയിക്കാൻ ആവശ്യമായ തെളിവുകളില്ലാത്തതായിരുന്നു അന്വേഷണ സംഘത്തെ വലച്ചിരുന്ന ഒരു കാര്യം. ഇപ്പോൾ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി ലഭിക്കുമ്പോൾ അത് കൊലപാതകമല്ല, ഒരു മുങ്ങിമരണമാണ് എന്നൊരു സ്ഥിരീകരണത്തിലേക്ക് പോലീസ് എത്തിച്ചേരുകയാണോ? എന്താണ് അന്വേഷണ സംഘത്തിന് മുന്നിലുള്ള പുതിയ വഴികൾ? സേതുലക്ഷ്മി, ഗുഡ് മോർണിംഗ്. പറഞ്ഞതുപോലെ തന്നെ 2 കൊലപാതക വെളിപ്പെടുത്തലുകളാണ് മുഹമ്മദ് അലി നടത്തിയിരുന്നത്. 1986 കൂടരഞ്ഞിയിലും 89 കോഴിക്കോട് വെള്ളയിൽ ബീച്ച് പരിസരത്തും. ഇങ്ങനെ 2 കൊലപാതകങ്ങൾ നടത്തി എന്ന് മുഹമ്മദ് അലി വെളിപ്പെടുത്തുന്നു. ഈ അന്വേഷണത്തിൽ ഈ 2 കാലയളവിലും ഈ പറഞ്ഞ ഇടങ്ങളിലെല്ലാം തന്നെ 2 മരണവും സ്ഥിരീകരിക്കുന്നു. പക്ഷേ ഈ 2 മരണവും സംഭവിച്ചിരിക്കുന്നത് ആർക്കാണ്, 2 മരിച്ച ആളുകൾ ആര്, മരിച്ച വ്യക്തികൾ ആര് എന്ന് കണ്ടെത്താനാവാതെ കുഴങ്ങിയിരിക്കുകയാണ് അന്വേഷണ സംഘം ഇപ്പോഴും. അതുമായി ബന്ധപ്പെട്ട മറ്റു തെളിവുകളൊന്നും തന്നെ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ 2 മരണങ്ങളുടെയും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിക്കുക എന്നതായിരുന്നു അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ 86 കൂടരഞ്ഞി കൊലപാതകം എന്ന് പറയുന്ന അല്ലെങ്കിൽ ആ മരണത്തിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുള്ളത്. പക്ഷേ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും ഇത് നടന്നതൊരു കൊലപാതകമാണ് എന്ന് സ്ഥിരീകരിക്കാൻ കഴിയുന്ന വിവരങ്ങളൊന്നും തന്നെ ഇല്ല എന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. കാരണം ഒരു മുങ്ങി മരണം എന്ന നിലയിലാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഉള്ളത്. മരിച്ചത് മുങ്ങി മരണമാണ്. ഈ മരിച്ചയാളുടെ ലങ്സിൽ അല്ലെങ്കിൽ ശ്വാസകോശത്തിൽ ഈ ചെളിയും മണ്ണും അടിഞ്ഞ അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. മൃതദേഹത്തിന് 4 ദിവസത്തോളം പഴക്കമുണ്ടായിരുന്നു. ശരീരം പുഴുവരിച്ച നിലയിലായിരുന്നു, അഴുകിയ നിലയിലായിരുന്നു. ഇതിനാൽ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള മൽപ്പിടുത്തം നടന്നിട്ടുണ്ടോ എന്ന് അന്ന് പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്താനായിട്ടില്ല. കാരണം ശരീരം അഴുകിയ അവസ്ഥയിലായിരുന്നു. ഈ ശരീരത്തിൽ പുഴുക്കൾ വന്ന അവസ്ഥയിലുണ്ടായിരുന്നതിനാൽ തന്നെ അപ്പോൾ ഉണ്ടായിരുന്ന മുറിവുകൾ മുൻപ് സംഭവിച്ചതാണോ അതോ അപ്പോൾ നടന്ന ആ ഒരു ആക്രമണത്തിലോ മറ്റോ സംഭവിച്ചതാണോ എന്നും അന്ന് സ്ഥിരീകരിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു കൊലപാതകം എന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കാത്ത ഒരു അവസ്ഥയാണ് നിലവിൽ ഉള്ളത്. സൂചിപ്പിച്ചതുപോലെ തന്നെ കുറ്റസമ്മത മൊഴി അന്വേഷണ സംഘത്തിന്റെ പക്കലുണ്ട്. പക്ഷേ ഇത് കൊലപാതകമെന്ന് സാധൂകരിക്കുന്ന യാതൊരു തരത്തിലുള്ള രേഖകളും അല്ലെങ്കിൽ തെളിവുകളോ അന്വേഷണ സംഘത്തിന് ഇതുവരെയും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ അന്വേഷണ സംഘം മറ്റൊരു വഴി അന്വേഷിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ പോസ്റ്റ്മോർട്ടം നടത്തിയിട്ടുള്ള രവി എന്ന് പറയുന്ന ഡോക്ടർ, അന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഉണ്ടായിരുന്ന രവി എന്ന ഡോക്ടർ, അദ്ദേഹത്തെ ട്രേസ് ചെയ്ത് കണ്ടെത്തി ഈ കേസുമായി ബന്ധപ്പെട്ട് മറ്റേതെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ ലഭ്യമാകുമോ എന്ന അന്വേഷണത്തിലേക്ക് കടക്കാനാണ് ഇപ്പോൾ അന്വേഷണ സംഘം ശ്രമിക്കുന്നത്. കൂടരഞ്ഞിയിൽ നടന്ന കൊലപാതകം തിരുവമ്പാടി CI പ്രതീഷിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് അന്വേഷിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ്, ഞായറാഴ്ചയാണ് ഈ കൊലപാതകം അല്ലെങ്കിൽ ഈ മരിച്ച ആളുടെ രേഖാചിത്രം തയ്യാറാക്കി അന്വേഷണ സംഘം പുറത്തുവിട്ടത്. മുഹമ്മദ് അലി തന്നെ ഏകദേശം 80% ആ ചിത്രത്തിന് ഈ മരിച്ച ആളുമായി സാമ്യമുണ്ട് എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ ഈ മരിച്ചയാൾ ജോലി ചെയ്തിരുന്ന ദേവസ്യ എന്ന് പറയുന്ന ആളുടെ പറമ്പിലായിരുന്നു അന്ന് ജോലി ചെയ്തിട്ടുണ്ടായിരുന്നപ്പോൾ ആ ദേവസ്യയും ഈ ചിത്രം കണ്ട് ഏകദേശ രൂപം സ്ഥിരീകരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ രേഖാചിത്രം പുറത്തു വന്ന് ഏകദേശം 48 മണിക്കൂറുകൾ പൂർത്തിയാകുമ്പോൾ ഇപ്പോഴും യാതൊരു തരത്തിലുള്ള എൻക്വയറിയും ഈ രേഖാചിത്രവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ മിസ്സിംഗ് ആയ ആളാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള യാതൊരു തരത്തിലുള്ള എൻക്വയറിയും വന്നിട്ടില്ല എന്നുള്ളതും മറ്റൊരു കാര്യമാണ്. അങ്ങനെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട റിപ്പോർട്ട് ലഭിക്കുമ്പോഴും അത് അന്വേഷണത്തെ മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നതാണോ എന്ന സംശയം ഇപ്പോഴും നിലനിൽക്കുകയാണ്. സേതുലക്ഷ്മി. ഓക്കെ ബെൻസൻ, ശരി. ഇപ്പോൾ കൂടരഞ്ഞി ഇരട്ടക്കൊലപാതക കേസിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. ആ വിവരങ്ങൾ നൽകുകയായിരുന്നു നമ്മുടെ ബെൻസൻ ബാബു കോഴിക്കോട് നിന്ന്.